6 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച കളർകോട് വാഹനാപകടത്തിൽ വാഹന വാടകയ്ക്ക് നൽകിയ ഉടമ ഷാമിൽ ഖാനെതിരെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് കേസെടുത്തു. നിയമവിരുദ്ധമായി കാർ വാടകയ്ക്ക് നൽകിയതിനാണ് കേസ്. റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് സൗഹൃദത്തിന്റെ പേരിൽ വാഹനം വാടകയ്ക്ക് നൽകുകയായിരുന്നുവെന്ന മൊഴി വാഹന ഉടമയായ കാക്കാഴ സ്വദേശി ഷാമിൽ ഖാൻ ആവർത്തിച്ചു. എന്നാൽ ഗൂഗിൾ പേ മാർഗം പണം കൈമാറിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചു. നിയമവിരുദ്ധമായാണ് ഷാമിൽ വിദ്യാർത്ഥികൾക്ക് വാഹനം വാടകയ്ക്ക് നൽകിയതെന്നും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ്. ഈ വാഹനം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സിനിമ കാണുന്നതിന് വേണ്ടി വാടകയ്ക്ക് കൊടുത്തതാണെന്ന് ബോധ്യമായിട്ടുണ്ട്. ഗൗരി ശങ്കർ എന്ന വ്യക്തി വാടകയ്ക്കാണ് ഈ വാഹനം എടുത്തതെന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. വാടക ഇനത്തിൽ 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത് വാഹന ഉടമയ്ക്ക് ഷാഹിൽ ഖാന് കൊടുത്തിരുന്നു എന്നുള്ളതിൻ്റെ തെളിവും ലഭ്യമായിട്ടുണ്ട്. ഈ വാഹനം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കള്ള ടാക്സി എന്ന രൂപത്തിൽ കൊടുത്തിട്ടുള്ളതാണ് എന്ന് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടുണ്ട്. കാർ വാടകയ്ക്ക് വാങ്ങിയതാണെന്ന് കാർ ഓടിച്ച വിദ്യാർത്ഥി ഗൗരി കൃഷ്ണയും മൊഴി നൽകി. വിദ്യാർത്ഥിക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് പോലും പരിശോധിക്കാതെയാണ് ഷാമിൽ വാഹനം വാടകയ്ക്ക് നൽകിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വാഹനം നൽകിയത് കള്ള ടാക്സിയായി ആണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. കാലപ്പഴക്കം ചെന്ന വാഹനത്തിൽ ഓവർലോഡ് കയറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട്. ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ച എടത്വ സ്വദേശി ആൽവിന്റെ സംസ്കാരം തിങ്കളാഴ്ച നടക്കും. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്ന പൊതുദർശനത്തിൽ മന്ത്രി പി പ്രസാദ്, ജില്ലാ കളക്ടർ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. നിലവിൽ ചികിത്സയിലുള്ള 4 വിദ്യാർത്ഥികളുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടതായി മെഡിക്കൽ ബോർഡ് അറിയിച്ചു. 24 ആലപ്പുഴ.